നമസ്കാരം. ഒരു ദിവസം മുൻപ് മമ്മൂട്ടിയുടെ ശബ്ദ സന്ദേശം ആഘോഷപൂർവ്വം പങ്കുവച്ചവർ തൊട്ടടുത്ത ദിവസം മഹാനടനെ സൈബർ ഇടത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച കണ്ട് മമ്മൂട്ടി ആരാധകർ ഞെട്ടുകയാണ്. സഖാക്കൾ തങ്ങളുടെ സ്വന്തമെന്ന് കരുതുന്ന മമ്മൂട്ടിയുടെ വാക്കുകൾ അവർക്ക് സുഖിച്ചില്ല എന്നതാണ് സൈബർ ആക്രമണത്തിന് ഇടയാക്കിയത്. വയനാട് ടൗൺഷിപ്പിൽ സ്വകാര്യ സന്ദർശനത്തിനിടെ മമ്മൂട്ടി CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് നടത്തിയ പരാമർശങ്ങളാണ് CPM സൈബർ ഹാൻഡിലുകളെ ഒറ്റ ദിവസം കൊണ്ട് മമ്മൂട്ടിയുടെ എതിരാളികളാക്കിയത്. അതേസമയം ഈ വിഷയത്തിൽ റഫീഖിനെതിരെയും പാർട്ടിയിൽ അതൃപ്തിയുണ്ട്. ജില്ലാ സെക്രട്ടറി പദവിക്ക് ചേരാത്ത തരത്തിൽ പെരുമാറിയെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. മമ്മൂട്ടി വരുന്ന കാര്യം മുതിർന്ന നേതാക്കളെ ആരെയും അറിയിക്കാത്തതിലും എതിർപ്പുയർന്നിട്ടുണ്ട്. മമ്മൂട്ടിയെയും ടൗൺഷിപ്പിനെയും അനാവശ്യ വിവാദത്തിലാക്കിയെന്നുമാണ് പാർട്ടി നേതാക്കൾക്കിടയിലെ വികാരം. അതേസമയം വിവാദം ജില്ലാ കമ്മിറ്റിയിലും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. K റഫീഖിന് നേരെയുള്ള മമ്മൂട്ടിയുടെ സംഭാഷണം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിനാണ് വഴിവെച്ചത്. ഇതോടെ മമ്മൂട്ടി തന്നെ പ്രശ്നപരിഹാരത്തിന് രംഗത്തെത്തുകയായിരുന്നു. മമ്മൂട്ടി തന്നെ നേരിട്ട് വിളിച്ചതായും തങ്ങൾക്കിടയിൽ യാതൊരുവിധ അസ്വാരസ്യങ്ങളില്ല എന്നും K റഫീഖ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടായിരുന്ന താൻ പ്രിയപ്പെട്ട നടന് തിരക്കും ബഹളവും മൂലം അലോസരമുണ്ടാകരുത് എന്ന കരുതലോടുകൂടിയാണ് അവിടെ ഇടപെട്ടതെന്ന് റഫീഖ് പറയുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അതിഥികളെ സ്വീകരിക്കുന്നത് സ്വാഭാവികമായ രീതി മാത്രമാണെന്നും റഫീഖ് പറഞ്ഞു. തന്റെ സാന്നിധ്യം രാഷ്ട്രീയമായ മറ്റൊരു നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം എന്ന ആശങ്കയാണ് മമ്മൂട്ടി പങ്കുവച്ചതെന്ന് റഫീഖ് വിശദീകരിച്ചു. ഇക്കാര്യം മമ്മൂട്ടി തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് വ്യക്തമാക്കിയതായും റഫീഖ് പറയുന്നുണ്ട്. വ്യക്തിപരമായ സംഭാഷണത്തെ തനിക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റാൻ ചില മാധ്യമങ്ങളും സൈബർ കേന്ദ്രങ്ങളും ശ്രമിച്ചതാണ് വിഷയം വഷളാക്കിയത്. സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ ഉയർന്നു വന്ന മാതൃകാപരമായി ടൗൺഷിപ്പിന്റെ തിളക്കം ഇത്തരം വിവാദങ്ങൾ മൂലം കുറഞ്ഞു പോകരുതെന്നും റഫീഖ് അഭ്യർത്ഥിച്ചു. അതേസമയം പെരുമ്പളം പാലം യാഥാർത്ഥ്യമായതുമായി ബന്ധപ്പെട്ട മമ്മൂട്ടിയുടെ ശബ്ദ സന്ദേശമായിരുന്നു ശനിയാഴ്ച ഇടതു സൈബർ ഹാൻഡിലുകൾ ആഘോഷമാക്കിയത്. സാധാരണക്കാരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ് യഥാർത്ഥ വികസനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന സന്ദേശഭാഗം ഹൈലൈറ്റ് ചെയ്തായിരുന്നു മമ്മൂട്ടി ഇവർ ആഘോഷമാക്കിയത്. മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിലും ഓഫീസ് പേജിലുമൊക്കെ ഔദ്യോഗികമായും ഈ ശബ്ദ സന്ദേശം വീഡിയോ രൂപത്തിലാക്കി പങ്കുവച്ചിരുന്നു. എന്നാൽ അന്ന് തന്നെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പിൽ സ്വകാര്യ സന്ദർശനത്തിനെത്തിയ മമ്മൂട്ടി തന്നെ നിരന്തരം പിന്തുടർന്ന ജില്ലാ സെക്രട്ടറിയോട് നടത്തിയ സ്വകാര്യ സംസാരം പുറത്തു വന്നതോടെ ശബ്ദ സന്ദേശം ആഘോഷമാക്കിയവരെല്ലാം നടന്ന സൈബറിടത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ റഫീഖിന്റെ ഇടപെടൽ പുകഴ്ത്തുന്നതിനൊപ്പമായിരുന്നു മമ്മൂട്ടിക്കെതിരെ വ്യക്തിയധിക്ഷേപം ഉൾപ്പെടെയുള്ള വിമർശനം. പ്രമുഖ CPM അനുകൂല വ്ളോഗർമാരും മമ്മൂട്ടിക്കെതിരെ വീഡിയോകളുമായി രംഗത്ത് വന്നു. സർക്കാരും CPM-ഉം PR വർക്കിന് വേണ്ടി വ്യാപകമായി ഉപയോഗിച്ച ടൗൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മമ്മൂട്ടി നടത്തിയ പ്രതികരണവും ഇവർക്ക് ദഹിച്ചിട്ടില്ല. ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ ടൗൺഷിപ്പിൽ കാണുന്നതെന്നും ഇതൊരു സാമൂഹിക മൂലധനമാണെന്നുമായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം. നേരത്തെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങിൽ മമ്മൂട്ടിയുടെ പ്രസംഗത്തിലെ പരാമർശങ്ങളും ഇടത് സൈബർ കേന്ദ്രങ്ങൾക്ക് രസിച്ചിരുന്നില്ല. രാജപാതകളും കെട്ടിടങ്ങളുമല്ല വികസനമെന്നും അതിദാരിദ്ര്യത്തിൽ നിന്നേ മുക്തമായിട്ടുള്ളൂ, ദാരിദ്ര്യം ഇനിയും ബാക്കിയാണെന്നുമാണ് അന്ന് മമ്മൂട്ടി പറഞ്ഞത്. എന്തായാലും മമ്മൂട്ടിയും K റഫീഖും തമ്മിലുള്ള പ്രശ്നം വീണ്ടും എന്തായാലും സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ തുടരുകയാണ്. K റഫീഖിൻ്റെ വിശദീകരണം വന്നതിന് ശേഷവും